നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്തോരം വിലയുള്ള ഒരു സാധനം അല്ലേ. അതിനകത്ത് മനസ്സ് എന്ന് പറയുന്ന ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അപ്പം നമ്മുടെ ഈ പളുങ്ക് പാത്രമായ മനസ്സിനെ മലിനപ്പെടുത്താൻ പലരും ശ്രമിക്കും. പക്ഷെ നമ്മളത് ചെവി കൊടുത്തു നിന്ന് നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. അത് പല രൂപത്തിലും ഭാവത്തിലും വരും. നമ്മൾ പൈശാചിക ശക്തി അല്ലെങ്കിൽ പിശാച് എന്നൊക്കെ പറയുന്ന സാധനം എന്നാണെന്നറിയാമോ? ഈ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയേണ്ടത്. അതിനെയാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് വേറെ അങ്ങനെ ഭൂതപ്രേത പിശാചുക്കളൊന്നുമില്ല. ഇതുങ്ങൾ തന്നെയാണ്, ഈ വരുന്ന മനുഷ്യർ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ വീടിനെയും ഒക്കെ മലിനപ്പെടുത്തുന്ന ആൾക്കാർ. നമ്മളപ്പോൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടുപോയിരിക്കാവുള്ളൂ ഇങ്ങനെയുള്ളവർ വരുന്നത്. ഇവർ വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും ഇഞ്ചക്ട് ചെയ്തു തരും. അതൊക്കെ അതേപടി നമ്മളങ്ങ് വിഴുങ്ങരുത്. ചിലരുടെ സ്വഭാവമുണ്ട്, അങ്ങോട്ട് കുറേ അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കുറേ അങ്ങ് പിടിച്ചെടുക്കണവർ. അതായത് നമുക്കറിയാവുന്നവരുടെ കുറേ കഥകൾ അങ്ങോട്ട് ഇങ്ങനെയുള്ളവർ വരുമ്പോഴത്തേനും ഈ കൂട്ടർ കാണിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറേ കഥകളുമായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ഈ കേൾക്കാനിരിക്കണവരെന്നാ കാണിക്കും, കുറച്ച് കഥ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, എന്നുവെച്ചാൽ മുഴുവൻ കഥ ഇങ്ങനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പം ഉള്ള ദുഷിപ്പ് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്കാണ് കയറി കൂടുന്നത്. അതവർ ചിന്തിക്കുന്നേയില്ല. അവരുടെ മനസ്സിനെ അവർ ചീത്തയാക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ വന്ന് നമ്മുടെ അടുത്ത് കഥ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റോപ്പ് പറയാൻ നോ പറഞ്ഞ് ഒന്ന് ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പളുങ്ക് പാത്രമായി നമ്മുടെ മനസ്സാണ് ദുഷിക്കുന്നത്. പിന്നെ നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അധപ്പതനം ഉണ്ടാകുന്നത് തീർച്ചയായ കാര്യമാണ്. അതായത് ഈ ചിലർ കുറ്റം പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും എന്നറിയാവോ? മരിച്ചു പോയവരെ പോലും വെറുതെ വിടില്ല. അതായത് വർഷങ്ങൾക്ക്, ഒരു 20 വർഷം മുമ്പ് മരിച്ചു പോയവരെ കാര്യങ്ങളും കൂടെ ഇപ്പോൾ എടുത്തിട്ട് പറയണവരുണ്ട്. ഒരു കാര്യവുമില്ലാതെ എന്ത് സുഖം കിട്ടുന്നു എന്നാണ്. ഇത് ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണമായത്, എനിക്കൊരു അറിയാവുന്ന ഒരാൾ അവരുടെ തലമുറകൾ കഴിഞ്ഞു പോയി, എന്നിട്ടും അവരുടെ കാര്യങ്ങൾ കുറ്റമായിട്ട് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക. ആരും കുറ്റം തീർന്ന ഒരാൾ പോലും ഈ ലോകത്തില്ല എന്നായി എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരെയും സൃഷ്ടിച്ചിട്ടുമില്ല. എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ കാണും. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും ഒത്തിരി കുറ്റങ്ങൾ എനിക്ക് കണ്ടെത്താൻ സാധിക്കും ഇല്ലേ? ഞാൻ പറയുന്നതിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന തെറ്റുകളും ഒക്കെ നിങ്ങൾ യോജിക്കാത്തവരും ഒക്കെ കാണും. പക്ഷെ എല്ലാവരെയും നന്നാക്കാനൊന്നും നമുക്ക് ആർക്കും സാധിക്കില്ല അല്ലേ? ഉള്ളതിനെ സത്യസന്ധമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. പരമാവധി നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാ വേണ്ട. അല്ലാണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേട്ടിരുന്ന് നമ്മുടെ ഉള്ള സമയം കൂടെ കളയണ എന്തോരം മണിക്കൂറുകളാണെന്നറിയാവോ നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. ഒരു മനുഷ്യയെക്കുറിച്ചും ഇന്നിപ്പം നമ്മൾ ഒരാളെ കുറിച്ച് മോശമായി ചിലർ വന്നിരുന്നപ്പോൾ അവൻ്റെ വീട്ടിലെ കൊച്ച് ഇന്നോട്ട് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇന്നത് നടന്നു, അവൻ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കഥകളുമായിട്ട് വന്നിരിക്കും. അത് നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, നമ്മുടെ അയൽവക്കക്കാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആരായിരിക്കാം. പക്ഷെ ഈ കേൾക്കുന്ന നമ്മളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഈ പറയണവർ പറഞ്ഞിട്ടങ്ങ് പോവും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് കുത്തിവെച്ചിട്ട് ഇവരങ്ങ് പോവുകയാണ്. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു വന്നവരുടെ വീട്ടിലും സംഭവിക്കാം എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ ബുദ്ധിനെ നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കി വെക്കാൻ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മളങ്ങ് അറുത്ത് മുറിച്ച് കളഞ്ഞേക്കുക. നമുക്കത് വേണ്ട എന്നങ്ങ് വെച്ചേക്കുക. നമ്മൾ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കുന്നത്? ഉള്ള സമാധാനം നമ്മൾ എന്തിനാ കളയണത്? അവർ പറഞ്ഞല്ലോ എന്നോർത്തോണ്ട് ദിവസങ്ങളും മാസങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞൊന്ന് മനസ്സിൽ നിന്നൊന്നും അതെല്ലാം ഡിലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത വിളി വരുന്നത്. ചിലർ ഫോൺ വിളിച്ച് തന്നെ ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെ ഇരിക്കണവരുണ്ട്. എന്ത് സുഖം കിട്ടുമെന്ന് ആർക്കറിയാം അവർക്ക്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കൂടെ ഇങ്ങനെ വിഷവിത്തുകൾ എറിയാതിരിക്കുക. നമ്മൾ ചുമ്മാ ഒരു നിസ്സാര കാര്യം പറയട്ടെ, നമ്മൾ കണ്ണിലൊരു മരുന്നൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ മൂക്കിലും വായിലും ഒക്കെ വരുന്നത് നമുക്കറിയാൻ മേലെ. അത് തന്നെ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു വിഷം കുത്തിവെച്ചാൽ അത് ആ കുടുംബം മുഴുവൻ വ്യാപിക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിലുണ്ട്, ഇവർക്കൊരു സൈക്കോകളാണ് ശരിക്കും. ഇങ്ങനെ പറഞ്ഞു നടക്കണവരില്ലേ,
ശരിക്കും ഒരു സൈക്കോകളാണ്. അവർക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളവരാണ്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ, മറ്റുള്ളവരെ ദുഷിച്ച് പറഞ്ഞാലേ ഒരു സുഖം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ഒരിടത്തു നിന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞു, അടുത്ത സ്ഥലത്ത് പറഞ്ഞു. ചിലപ്പം മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇവർ പറഞ്ഞൊപ്പിക്കുന്നത്. അവർക്കിത് പറയുമ്പോൾ ഒരു സംതൃപ്തി. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒരു സംതൃപ്തി കണ്ടെത്തുന്ന ശരിക്കും സൈക്കോപാത്തുകൾ അവർ. അല്ലാണ്ട് പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഇതിങ്ങളെക്കുറിച്ച് അതേ പറയാൻ പറ്റുള്ളൂ. ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ ചിലർ നല്ല സ്നേഹപുരസരം ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ചക്കരയെ അടയേം പോലെ നിന്നിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള ന്യൂസുകളെല്ലാം പിടിച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ട് കൊടുത്തു. അത് ഇച്ചിരോടെ പൊടുപ്പും തൊങ്ങലും കെട്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മരിച്ചവരെ പോലും വെറുതെ വിടില്ല ഈ കൂട്ടർ. അപ്പം നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഇങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും പാട്ട് ഒക്കെ പാടുവോ, അല്ലെങ്കിൽ അവർ പറയണ ശ്രദ്ധിക്കാതിരിക്കുവോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് എണീറ്റ് പോവോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ നിമിഷത്തിൽ നിന്ന് മാറും. കുറേ പ്രാവശ്യം നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുകയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഒഴിവായി പൊക്കോളൂന്നേ. അല്ലാണ്ട് നമ്മൾ അവരെ സ്ഥിരം വെച്ചോണ്ട് പിണക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളോട് വന്ന് പറയുന്നത് എന്നാണെന്നറിയാം, നമ്മളെ ശത്രുക്കളാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കഥകളാണ് ഇവർ കൂടുതൽ നമ്മളോട് വന്ന് പറയുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു, നമുക്ക് ഒരാളെ ഇഷ്ടമില്ല എന്ന് ഇവരെങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കഥകളാണ് ഇല്ലാ കഥകളിൽ നിന്ന് നമ്മളോട് വന്ന് പറയുന്നത്. അതെന്നുവെച്ചാൽ നമ്മളുമായിട്ടൊരു ഒന്നോടെ ശണ്ട ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അത് നമ്മൾ പരമാവധി നമ്മൾ ആരുമായിട്ട് ശത്രുത ഉണ്ടാക്കാണ്ടിരിക്കുക. ശത്രുത എന്ന് പറയുന്നത് ഈ അടുത്ത നിമിഷം തീർന്നു പോകാനുള്ള മനുഷ്യർ എന്തിനാ അല്ല ഈ ശത്രുതയായിട്ടും വിദ്വേഷമായിട്ടും വെറുപ്പായിട്ടും ഒക്കെ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർ വന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ളവർ നമ്മളെക്കുറിച്ച് കുടുംബകലഹം ഉണ്ടാക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ അങ്ങ് പരമാവധി ഒഴുകുക. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ളവർ വന്നിരുന്ന് സംസാരിക്കണം, നമ്മൾ കേട്ട് അതിനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ ഒരു കർമ്മദോഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മൾക്കും നമ്മുടെ പുരോഗതിയിൽ ഒരു തളർച്ച ഉണ്ടായി വരും. അതായത് നമുക്കൊരു നല്ല നിലയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ മറന്നു കളഞ്ഞിട്ട് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഫോർഗീവ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് നോക്കി നമ്മുടെ ജീവിതം മാറി മറിയും. നമുക്ക് ഉറപ്പായ കാര്യമാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിലേക്കാണ് ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് വിടുന്നത്. അത് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞവർക്ക് ആ നെഗറ്റീവ് മാത്രമേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഒരു പോസിറ്റീവായ കാര്യം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കുറച്ച് നാൾ അവരെ സൂചിപ്പിക്കും, അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ തിരിച്ചടിക്കും. അപ്പം നമ്മൾ ഇതിനൊന്നും പെടാണ്ടിരിക്കുക. നമ്മൾ പോസിറ്റീവ് മാത്രമേ ചിന്തിക്കാവുള്ളൂ, പ്രവർത്തിക്കാവുള്ളൂ, പറയാവുള്ളൂ. അല്ലാണ്ട് ആരെക്കുറിച്ചും നമ്മൾ മോശമായിട്ട് പറയാതിരിക്കുക. ആര് വന്ന് നമ്മുടെ അടുത്ത് നെഗറ്റീവ് പറയുമ്പോഴും നമ്മളത് പറഞ്ഞേക്കുക, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞേക്കുക. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞേക്കുക, എൻ്റെ അടുത്തിന് മേലെ വരണ്ട എന്ന് പറഞ്ഞ് ഇച്ചിരി മുഖം കറുപ്പിച്ച് തന്നെ പറഞ്ഞേക്കുക. അപ്പോൾ അവരങ്ങ് ഒഴിവായി പൊക്കോളും. അല്ലാണ്ട് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മളിത് കേൾക്കാൻ ഇവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ടോ എന്നതാ എന്ന് ചോദിക്കുമ്പോൾ അവർ കൂടുതൽ പറയാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തൊരു കഥ വന്ന് പറയാൻ തുടങ്ങുമ്പോൾ എന്നിട്ട് നമുക്കറിയാവുന്ന ആളെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഓർക്കും അതെന്നാ കേട്ടേക്കാന്ന് ഓർക്കും. എന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേനും അവർ കൂടുതൽ കഥയല്ല ഉണ്ടാക്കി കഥകൾ കൂട്ടി വന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സും കൂടെയാണ് ദൂഷിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോവാതിരിക്കുക. പരമാവധി നമ്മൾ ചിലർ കല്യാണം മുടക്കികളായിട്ട് നടക്കണ നമ്മളെ, ചിലർ സ്ഥലക്കച്ചവടം മുടക്കണവരുണ്ട്, ചിലർ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ കെട്ടിയവന് അങ്ങനെ അവിഹിത ബന്ധമുണ്ട്, അല്ലെങ്കിൽ കെട്ടിയവർക്ക് ഇങ്ങനെ അവിഹിത ബന്ധമുണ്ട്, അല്ലെങ്കിൽ മക്കളിങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വന്ന് പറയും. ഞാൻ കണ്ടതാന്ന് വരെ പറയും. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതോ നമ്മൾ നേരിട്ട് അനുഭവിക്കണോ അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കാര്യവും വിശ്വസിക്കുക. അല്ലെങ്കിൽ നമുക്കതിന് വ്യക്തമായ എവിഡൻസ് കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു എന്നും പറഞ്ഞ്, പ്രത്യേകിച്ച് ഇക്കൂട്ടർ ഇങ്ങനെയുള്ളവരെ നമുക്ക് ഒരുമാതിരി അറിയാം. അങ്ങനെയുള്ളവർ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കരുത്. അവരവരുടെ വീട്ടിലെ കാര്യം കൂടെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. ഈ കൂട്ടരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവരവരുടെ എൻ്റെ വീട്ടിൽ ഇത് നടന്ന കേട്ടോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാട്ടോ, എൻ്റെ മക്കൾ ഇങ്ങനെയാട്ടോ, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് വിശ്വസിച്ചു പോകും. വിശ്വസിക്കുന്ന രീതിയിൽ നല്ല പൊടിപ്പും തൊങ്ങലും ഒക്കെ കെട്ടി നല്ല സൂപ്പറായിട്ട് പറയാൻ ഇവർക്ക് നല്ല കഴിവുമായിരിക്കും. നമ്മളത് വിശ്വസിച്ചു പോകും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ളവർ വന്ന് പറയുമ്പം അതിനകത്ത് പകുതി എടുത്താൽ മതി, പകുതി ഭാഗം നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. അത് വിശ്വസിക്കേ വേണ്ട, നുണയായിരിക്കും അവർ പറയുന്നത്.
നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് സൂക്ഷിച്ചിട്ട് അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ ഇടയ്ക്കൊന്നും പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്യണം, നമ്മളും ഇങ്ങനെ ആരെക്കുറിച്ചും പറയരുത്. ആരെക്കുറിച്ചും മോശമായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചു വരും. അത് ലോ ഓഫ് അട്രാക്ഷനായിട്ട്. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. നമ്മൾ എന്താരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നോ, കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മളെ ദുഷ്ടനെ പല പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ കുറേ കാലം നല്ല അടിപൊളിയായിട്ടൊക്കെ പോയിന്നിരിക്കും, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ എടുത്തിട്ടലക്കും. അത് ഈ പ്രകൃതി നിയമം അത്. അപ്പം നമ്മളെ ചിന്തിക്കുക, നമ്മൾ ആരെയും മോശക്കാരാക്കാൻ ശ്രമിക്കേണ്ട, ആരെക്കുറിച്ച് മോശമായിട്ട് പറയേണ്ട, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ആർക്കും ഒരു മോശം വരുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമുക്ക് നോക്കി നിന്നാൽ കാണാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. നല്ലത് മാത്രമേ ചിന്തിക്കാവുള്ളൂ, നല്ലത് മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ, നല്ലത് മാത്രമേ പറയാവുള്ളൂ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ, ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്, അവർക്കിതൊരു പാഠമായിട്ടിരിക്കട്ടെ. അവരിങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളയട്ടെ. മറ്റുള്ളവരെ മോശം പറയുന്ന ആ സ്വഭാവം തന്നെ എടുത്തു കളഞ്ഞ് അവർ നല്ലൊരു ജീവിതം അവർക്കുണ്ടാകട്ടെ. അല്ലാണ്ട് ഇത് കൂടുതൽ നമുക്ക് പറയാനില്ല അല്ലേ? അപ്പം ഇങ്ങനെയുള്ളവരൊന്നും വന്ന് നമ്മുടെ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമ്മളതിന് സാഹചര്യം കൊടുക്കരുത്, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ന്യൂസ് പിടിക്കാൻ ശ്രമിക്കരുത്. പരമാവധി പറയുന്നത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കരുത്, പറഞ്ഞു വിട്ടേക്കുക. എനിക്കിത് കേൾക്കണ്ട, എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, എൻ്റെ ഈ വീട്ടിലേക്ക് വരണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരണ്ട എന്ന് നമ്മൾ തർപ്പിച്ചങ്ങ് പറഞ്ഞേക്കുക. അപ്പം പ്രശ്നം തീരും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.